ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇപ്പോൾ വെളുപ്പിന് 2:52. ഇതിപ്പോൾ കാണുന്ന സ്ഥലത്ത് നമ്മൾ ലോഡ് ഇറക്കാൻ വന്നതാണ്. ഇവിടുത്തെ എന്തിട്ടായിരുന്നു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വന്നപ്പോൾ ഒരാളെയും കാണാനില്ല. ഒരു ലൈറ്റ് പോലും ഇട്ടല്ലേ. കാറ് ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ടായിരുന്നു, ബൈക്ക് അപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനത്തെ ചെറിയ വിശേഷങ്ങളല്ലാണ്ട് ഒരുത്തനെയും കാണാനില്ല. ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരുന്ന വഴിയാണ്. ഇത് മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്നിട്ട് 2 മണിക്ക് വന്നു. അവിടെ 2 മണിക്ക് അൺലോഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇവിടെ വന്നിട്ട് ഇതൊന്ന് കറങ്ങി, കാരണം എൻട്രൻസ് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കറങ്ങിക്കഴിഞ്ഞ് അവിടെ ഒരു മറ്റേ സെക്യൂരിറ്റി ഓഫീസിൻ്റെ അവിടെ ആളില്ല, ലൈറ്റ് ഇട്ടുണ്ട് അവിടെ. അപ്പോൾ ഒരു സമാധാനമായി. അതിന് അവിടെ ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നു, അതിൽ കയറി കുത്തി വിളിച്ചു. വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അപ്പുറത്തെ വഴിക്ക് കറങ്ങി വരാൻ പറഞ്ഞു. അവിടെ പുറത്തോട്ടുള്ള ഒരു ബാറ് തുറന്നു വെച്ചെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ആദ്യം തിരിച്ച് ഈ ബിൽഡിങ് ഇത് മൊത്തം കറങ്ങി ഇപ്പുറത്ത് വന്ന് DHL ഓഫീസിൻ്റെ കാര്യമായിട്ടായി പറയണേ. എനിക്ക് വഴി മിസ്സിംഗ് ആയി പോണേ. En 2 kilómetros. ഇവിടെ ഒന്നും പാലല്ലേ അപ്പോൾ പോകാനായിട്ട് ഉണ്ടാവണല്ലോ. ഐഡിയ. എനിവേ, അത് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് കറങ്ങി ഇപ്പുറത്ത് വന്നു. ഇപ്പുറത്ത് വന്നപ്പോൾ ലൈറ്റ് ഒന്നും ഇട്ടല്ല, എല്ലാം അടച്ചിട്ടാണ്. ഞാൻ അവിടെ പോയി തുറക്കാൻ നോക്കി, ഓഫീസിൽ നിന്നൊക്കെ എഴുതിയ സ്ഥലത്ത് പോയിട്ട് തുറക്കാൻ നോക്കി, എല്ലാം അടച്ചിട്ടേക്കണം. ലൈറ്റൊന്നുമില്ല. ലൈറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുട്ട്. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി, കാരണം അപ്പുറത്ത് കറങ്ങി തന്നെ കുറേ ദൂരം. ഞാൻ പിന്നെ ട്രെയിലർ എടുത്തോണ്ട് പോയി, അതിൻ്റെ അകത്തോടെ തന്നെ കറങ്ങി അപ്പുറത്ത് വന്നിട്ട് ആദ്യം സെക്യൂരിറ്റിക്കാരനെ വിളിച്ചു. പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഉണ്ടാവണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ആരെയും കാണാനില്ല. അപ്പം പുള്ളി പറഞ്ഞു 1 മുതൽ 5 വരെയുള്ള ഇതിലെ ആൾക്കാരുണ്ടാവും അവിടെ ഒന്ന് പോയി മുട്ടി നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കൂടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് വീണ്ടും കാണാനില്ല. വീണ്ടും ട്രെയിലർ എടുത്തിട്ട് ഞാൻ വീണ്ടും തിരിച്ചു തന്നു. കാരണം തിരിക്കണേ ഇത് ബിൽഡിങ് മൊത്തം കറങ്ങണം. നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയി 5-10 മിനിറ്റ് എടുക്കും. വീണ്ടും അവിടെ ചെന്നിട്ട് പുള്ളി അടുത്ത് നിന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു ഇവിടെ ആരും കാണാനില്ല, ഇനി ഓഫീസ് എങ്ങാനും മാറിയിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിയോട് പറഞ്ഞു നിങ്ങളൊന്നും കൂടെ ചെല്ലുക, അവിടെ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞു പുള്ളി. അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു. വീണ്ടും ട്രെയിലർ എടുത്ത് വീണ്ടും കറങ്ങി. വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞു. അവിടെ ലൈറ്റ് ഇട്ടിട്ട് ഒറ്റ പയ്യനെ പറഞ്ഞു എല്ലാം കിടന്നുറങ്ങരുത്. അത് കഴിഞ്ഞ പുള്ളിയുടെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ആള് ഒന്നും മിണ്ടണ എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട്. ഞാൻ പറഞ്ഞു എവിടെയാ എൻ്റെ വെക്കണ്ടേ? ഞാൻ പറഞ്ഞു ഇവിടെ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഡക്കില് കയറ്റി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മാലാകാശ ആ വഴിക്ക് കയറിയാൽ മതിയായിരുന്നു. തന്നെ GPS-ൻ്റെ കുഴപ്പം. സാധാരണ ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ക്യാമറ വെച്ചോണ്ടല്ലേ ഞാൻ മൊബൈൽ എടുത്തേനെ. എന്നിട്ട് അവിടെ കുത്തിയിരുന്ന് പുള്ളി, അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി എടുത്തിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചേ. അത് കഴിഞ്ഞ് പുള്ളി ലോഡ് ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഒരുത്തൻ പയ്യനെ തപ്പി പിടിച്ച് വരണേ. വെളുപ്പിന് 2 മണിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടുണ്ട് ജീവിതത്തിൽ ഇതുപോലെ ഒരു ലോജിസ്റ്റിക്സിൽ ഗ്രനാദയില് അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ഥലത്തും ഈ പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. വണ്ടി അന്യായ വണ്ടികൾ വരവും പോക്കായിരിക്കും. ഇവിടെ എൻ്റെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കൊണ്ടുവന്ന വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഒരു കണക്കിന് ഇറക്കി. എനിക്ക് ആകെ വിഷമമായത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കാലത്ത് നമ്മൾ ലോഡ് ഇറക്കി, നെതർലാൻഡ്സിൽ നിന്നുള്ള ലോഡ് ഇന്ന് കാലത്ത് ഇറക്കിയിട്ട് മാഡ്രിഡിൽ ഇറക്കിയിട്ട് അവിടെ എന്നോട് പറഞ്ഞു DHL പോയിട്ട് ലോഡ് കയറ്റാൻ പറഞ്ഞു. അതായത് കാലത്തൊരു 9 ഏൽപ്പിക്കാൻ ലോഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നുള്ളത്. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു 3/4 മണിക്കൂറത്തെ യാത്രയായിരുന്നു ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ലോഡ് കയറ്റാനായിട്ട്. അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു DHL ഞാൻ പോയി ലോഡ് കയറ്റാനായിട്ട് കാലത്ത് 10 മണിക്ക് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തതാണ്. അവർ പറഞ്ഞു റോഡായി കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വെയിറ്റ് ചെയ്ത് വൈകിട്ട് 4 മണിയായപ്പോൾ അവരെന്നെ വിളിച്ചത് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. ലോഡ് കയറ്റി ഒരു തരി നേരം വിശ്രമിക്കാൻ പറ്റിയില്ല, കാരണം വെയിറ്റിങ്ങിലായിരുന്നു, കോൾ വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും, കാരണം എന്നിട്ടാന്ന് ചെങ്ങാനും എന്തെങ്കിലും സൈലൻ്റ് ആയിട്ടിരിക്കുക, എന്തെങ്കിലും പ്രശ്നമാവും, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കും. അതിൻ്റെ പേര് വിശ്രമിക്കാൻ പറ്റില്ല ഇന്ന് കാലത്ത്. പകൽ 4 മണിക്ക് ലോഡ് കയറ്റി. അപ്പോൾ കാർഡ് ഇറക്കി, വണ്ടിയുടെ എൻ്റെ താക്കോഗ്രാഫിൻ്റെ കാർഡ് ഊരിയിട്ടിട്ടായിരുന്നു ഞാൻ ലോഡ് കയറ്റിയിരുന്നത്. കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 10 മണിക്ക് സംഭവം അത് ഊരിയിട്ടിട്ട് 10:45 അപ്പോഴേക്കും കാർഡ് ഊരിയിട്ടിട്ടാണ് ഞാൻ ലോഡ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ 9 മണിക്കൂർ റെസ്റ്റ് എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് 7:45 വണ്ടി എടുത്തത്. എന്നിട്ട് ഈ രാത്രി 2 മണിക്ക് ഇവിടെ എത്താൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് പിടിച്ച വായു ഇതെല്ലാം കൊണ്ടുവന്ന് ചവിട്ടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉറക്കവും കളഞ്ഞ് എല്ലാം കളഞ്ഞ് ഇവിടെ ചവിട്ടി വന്നപ്പോഴേ ആൾക്കാരില്ലാന്ന് എനിക്ക് കലി വന്നിട്ടും പറഞ്ഞിരുന്നില്ല. കാരണം എന്നോട് 2 മണിക്ക് ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഒരു കണക്കിന് അവിടെ പിടിച്ചിട്ട് 2 മണിക്ക് ഇവിടെ എത്തിയേ. ഇവന്മാരെ കാണാനില്ല. സമ്മതിക്കണം. പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മളിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകണം. ഇപ്പോൾ സമയം 3 മണി വെളുപ്പിന്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാത്രി ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല. എനിക്ക് പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇന്ന് ഇങ്ങനത്തെ കാലത്തോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പത് 3 മണി 4-5 മണിയാകുമ്പോഴേക്കും നമുക്ക് ബേസിലെത്താം. 5 മണിക്കകത്ത് ബേസിലെത്താം. വണ്ടി എവിടെ ഇല്ല, നേരെ വീട്ടിൽ പോവാം. അപ്പോഴേക്കും പിള്ളേരൊക്കെ ഏകദേശമൊക്കെ സ്കൂളിൽ പോകാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ല, അങ്ങനെ വിശേഷങ്ങൾ. ഇതിപ്പോൾ നമ്മൾ മാലാഖയിലാണ്. അപ്പം ഇന്ന് ചൊവ്വാഴ്ച വെളുപ്പിന് 5 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ ചൊവ്വ ഇന്ന് കിട്ടും, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച 4 ദിവസം വീട്ടിലായിരിക്കാനാണ് സാധ്യത. കാരണം എനിക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഏകദേശം 30 മണിക്കൂർ അടുത്ത ഡിസ്കോളൂ. അത് വെള്ളിയാഴ്ച ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ 3 ദിവസം കൊണ്ട് തീരും. കഴിഞ്ഞ 2 പ്രാവശ്യം ആഴ്ചയിലും വന്നിട്ട് 90-ന് പകരം BBX 100 മണിക്കൂർ വെച്ച് ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈൻ 135 അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഫൈൻ കിട്ടും. ഈ വർഷം എനിക്ക് ഫൈൻ കിട്ടിയില്ല. അതിനൊറ്റ പ്രാവശ്യമാണ് കൈ കാണിച്ചത്. ആ സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പക്കാ ക്ലിയർ ആയിരുന്നു. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയത്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ കൂട്ടുകാരെ. നേരെ കമ്പനിക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ലോഡ് തന്നോനെടുത്ത്. കാരണം പുള്ളി ഇന്ന് കയറിയപ്പോൾ എന്നോട് പറഞ്ഞേ, എടാ പുതിയ ലോജിസ്റ്റിക്സ് ആണ് കേട്ടോ അതെന്ന് പറഞ്ഞു, പുതിയ ഇതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ കോർഡിനേറ്റർ കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്, ഞാൻ പൊക്കളാന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ പറഞ്ഞ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇതേ ഇപ്പം തീരുമാനമായി. എല്ലാ സംഭവങ്ങളും ഓപ്പണാക്കി വെച്ച് അതിന് ട്രാക്കിങ് വരെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഇവിടെ വന്നപ്പോൾ എല്ലാ ട്രാക്കിങ്ങും ഓക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പാർക്കെ ടെക്നോളജിക്കോ മാലാഗ. ഇപ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. മാലാഗ സെൻറ്ററിൽ ക്രോസ് ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം 3 മണി ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പോൾ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കഴിയുമ്പോൾ കോർദവ റൂട്ട് എടുത്തിട്ട് അതിലൊക്കെ ഇറങ്ങിപ്പോവാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലാഗ 20 മാലാഗ 20 എന്ന് പറഞ്ഞ റൂട്ടുണ്ട്. അത് ഗ്രാമത്തിൻ്റെ അകത്തോടെ പോകണം. ഇപ്പം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാറുകളുണ്ട് പല സ്ഥലത്തും 50 കിലോമീറ്റർ സ്പീഡൊക്കെ. ഇപ്പം ഇതിലെ പോയി കഴിഞ്ഞാൽ 90-ൽ പോകാൻ നമുക്ക്. ഒന്ന് കറങ്ങിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. കാലത്തെ മുതലുള്ള ഓട്ടം എന്തിനോ വേണ്ടി. ഇവിടെ വന്നപ്പോൾ അവർക്ക് ഒരു തിരക്കൂല. പക്ഷേ ലോഡ് തുടങ്ങി കഴിഞ്ഞപ്പോൾ മറ്റേ പുള്ളി വന്നിട്ട് സംഭവം വേഗം ഒരു ഇത് ചെയ്യുന്നുണ്ട്, പ്ലേസിലേക്ക് മാറ്റുന്നുണ്ട് ലോഡ് കയറ്റാനായിട്ടുള്ളത്. അതായത് ഇപ്പോൾ എത്ര മണിക്ക് ഇനി അവരുടെ വണ്ടികൾ തന്നെയെന്ന് അറിയില്ല. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ആക്റ്റീവ് ആവാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡുകൾ വരുമ്പോൾ അതോരോ ഭാഗത്തേക്കായിട്ട് ഒരു മാറ്റി വയ്ക്കും. അതായത് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കാണ്. ഇത് ഇപ്പോൾ മൊത്തം വന്നിട്ട് മാലാഖര പല സ്ഥലങ്ങളിലേക്കുള്ള ലോഡാണ് DHLൻ്റെ. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ അവർ കാറ്റഗറൈസ് ചെയ്ത് വയ്ക്കും. ഓരോ വണ്ടിക്കുള്ള ഭാഗങ്ങൾ മാറ്റി മാറ്റി വയ്ക്കും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ ഒരു ലൈറ്റെങ്കിലും ഇടായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ഇനി ഒരു 2.5 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമുക്ക് കോർദാവ റൂട്ടിലേക്ക് കയറാം. നമ്മുടെ പുറകിലും ഒരു ട്രക്ക് വന്നുണ്ട്. ട്രക്കല്ല അത്, അവന് കുറച്ച് സ്പീഡ് കൂടുതൽ എന്തായിരുന്നാലും. Toma la salida 63 a la derecha por la autovía 7, después mantente a la izquierda. ചെറിയ വണ്ടിയാ, അവന് 90 സ്പീഡ് ലിമിറ്റില്ല. ഭാഗ്യവാൻ. എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ ടാക്കോഗ്രാഫ് 2 ദിവസത്തേക്ക് മാറ്റി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങണ മാതിരിയായിരിക്കും ഹൈവേ കൂടെ പോവാ. നമുക്കപ്പോൾ ഇനി ഇവിടെ നിന്ന് A7 അൽഹസീറ അൽമെരിയ കോർദോവ. Toma la salida 63
63 a la derecha por la autovía 7, después mantente a la izquierda. Mantente a la izquierda por la autovía 7, después entra en la rotonda. Sal de la rotonda por la tercera salida por la autovía del Mediterráneo. ഇതൊന്നും കാണാനും പറ്റില്ല ആൽമേരിയ ഇതന്നെ Sal de la rotonda por la segunda salida por la autovía del Mediterráneo. വീണ്ടും ഉണ്ട് ഒന്നും കാണാൻ പറ്റണല്ലേ ഞാൻ ഈ റൂട്ട് എനിക്ക് വലിയ പരിചയമില്ലാത്ത റൂട്ടത് അതേ ഒരു പുള്ളി കൊണ്ട് അതിൻ്റെ പുറകെ പോകും എവിടെ അവനെ വഴിക്കല്ല ഇതാണോ ആൽമേരിയ മാലയ്ക്ക് അധികം വരാറില്ല 5 kilómetros, Debe haber mantente a la tardísimo. izquierda por la 15. അത് നടക്കത്തില്ലാന്നോ ഈ റൂട്ടാണല്ലോ ഞാൻ വന്നിരുന്നത് ഇന്ന കാലത്ത് ആ ട്രക്കുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയ്ക്ക് കറങ്ങിയിരുന്നില്ല എന്ന് തോന്നുന്നു വണ്ടിയിൽ ലോഡില്ലാത്തതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് നല്ല സുഖം സാധാരണ നമ്മളിപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നെതർലാൻഡ്സിൽ നിന്ന് ലോഡ് കൊണ്ട് ഇറങ്ങിയ കാരണം കൊണ്ട് ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ സെവീജ ഒരു 250 കിലോമീറ്റർ അകലെ അവിടേക്കാണ് ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാറില്ല നേരെ ബേസിലേക്ക് പോകും കാരണം ഇവിടെ ഒന്നും ലോഡ് പിന്നെ ഒന്നും കയറ്റാനില്ല സാധാരണ ഇതിൽ കയറ്റാനില്ല Mantente a la izquierda por la 15. ആ അതേ ഒരു പുള്ളി പാട്ടൊക്കെ പാടിക്കൊണ്ട് നമുക്കെടുക്കേണ്ടത് അൽമേരിയ നമ്മൾ വന്നത് ഈ വഴിക്കായിരുന്നു ആപ്പെ ഔത്തോപിസ്ത 46 അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 126 കിലോമീറ്റർ റൂട്ട് വരെ അപ്പോൾ എന്തായാലും സന്തോഷം സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് കേൾക്കാം വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ചാച്ചാൻ പറ്റുമെന്ന് നോക്കട്ടെ പിള്ളേരല്ലെങ്കിൽ റെഡി ആയിട്ട് സ്കൂളിൽ പോകണവരെ കോമഡി ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ